ജിമ്മിൽ പോകുന്ന ഭൂരിഭാഗം ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫാറ്റ് ബേണിംഗ് എന്നത് സ്പോട്ടിൽ നടക്കുന്നൊരു പ്രോസസ്സാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. ഫാറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സാണ്. ആ ഫാറ്റിനെ ബോഡി ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ മിഡ് സെക്ഷനിലാണ് ഫാറ്റ് കൂടുതൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ കാർബോഹൈഡ്രേറ്റ് മെയിൻ എനർജി സോഴ്സ് ലഭിക്കാതെ വരുമ്പോഴും ബോഡി ആ ഫാറ്റിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ട്രെഡ്മില്ലിൽ വലിച്ചു കിടന്ന് ഓടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇങ്ങനെ ഓടിയിട്ട് ഫാറ്റ് ബേണിങ് വലുതായിട്ട് നടക്കത്തില്ല. ഫാറ്റ് ബേണിങ് എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. അത് 15 മിനിറ്റ് കൊണ്ടോ 20 മിനിറ്റ് കൊണ്ടോ നടക്കുന്നതല്ല. അറ്റ്ലീസ്റ്റ് 30 to 40 മിനിറ്റ്സ് എങ്കിലും വേണം ഫാറ്റ് ബേണിങ് സ്റ്റാർട്ട് ആവാൻ. കാരണം നമ്മുടെ ബോഡിയിലെ മെയിൻ എനർജി സോഴ്സായ ഗ്ലൂക്കോസ് തീർന്നതിന് ശേഷം മാത്രമേ ബോഡി ഫാറ്റിനെ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രെഡ്മില്ല് ചെയ്യുന്നവർ അറ്റ്ലീസ്റ്റ് 30 to 40 മിനിറ്റ്സ് എങ്കിലും വേണം നമ്മുടെ ബോഡിയിലെ ഗ്ലൈക്കോജൻ തീരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം മാത്രമേ ഫാറ്റ് ബേണിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ. അന്നേരം ഈ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യുക. ഫാറ്റ് ബേണിങ് ചെയ്യുന്നവർ പ്രത്യേകം ഹൈ ഇൻറ്റൻസിറ്റി ഫുൾ ബോഡി വർക്കൗട്ട് വീക്കിലി 2 ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സ്ട്രെങ്ത് ട്രെയിനിങ് കൂടെ ചെയ്യുക, ഡയറ്റ് ഫോളോ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും.